സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനം വായിക്കാം. ഉൽപ്പത്തി 50-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് ഉറച്ചു വായിച്ചേ. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. സ്തോത്രം. നമ്മളിന്ന് പലവരും പറയുന്നുണ്ട്, നമ്മളെ വേണ്ടപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ പാസ്റ്റർ, നമ്മുടെ കുടുംബ അംഗങ്ങൾ എല്ലാവരും നമ്മളെ ഒരുമാതിരി അങ്ങ് തരം താഴ്ത്തി പാസ്റ്ററെ, ഒരുപാട് മനസ്സിനെ നോവിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്റ്ററെ. എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ ഇപ്പോഴും ആ മൈൻഡിലാണ് കിടക്കുന്നത്. നിങ്ങൾ ആ മൈൻഡ് വെച്ച് പ്രാർത്ഥിക്കാനിരുന്നാൽ ദൈവശബ്ദം കേൾക്കത്തില്ല. ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിനകത്ത് 17-ാമത്തെ വയസ്സിൽ ആ ജോസഫിന് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കിട്ടി. അത് തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുന്നു. അവർ ഈ ജോസഫിനെതിരായി സംസാരിക്കുന്നു, അവനെ പൊട്ടക്കണ്ണറിലിടുന്നു, പോത്തിഫറിന് വിൽക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിലാലിൽ നിന്നല്ല, തൻ്റെ ജീവിതമാകുന്ന, തൻ്റെ സഹോദരങ്ങളാകുന്ന രക്തബന്ധങ്ങളിൽ കൂടിയാണ്. ഇന്ന് അനേക രക്തബന്ധങ്ങളെപ്പോലെ സ്നേഹിച്ച പാസ്റ്റർമാർ തമ്മിൽ തല്ലേണ്. കാരണം പറഞ്ഞ വാക്കുകൾ ഹൃദയത്തെ നോവിക്കുന്നു. നന്നായി സ്നേഹിച്ചവർ തമ്മിൽ തല്ലുന്നു. എന്ത് കാരണം? ഈ സ്വഭാവവും അല്ലെങ്കിൽ ഈ മൈൻഡും വെച്ച് നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. 2 തീമോഥെയോസ് 1-ാം അധ്യായം മുതൽ നിങ്ങൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, എനിക്കൊന്നിനെക്കുറിച്ച് ലജ്ജയില്ല. എന്തിനു ലജ്ജിക്കണം? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട്. കണ്ട, ഇനി രക്തസ്രാവകാരുത്തി 12 വർഷം കൊണ്ട് അനുഭവിക്കുന്ന വേദനകൾ, തൻ്റെ പണം പോയി, തൻ്റെ ശരീരം മെലിഞ്ഞു, രക്തം ഒത്തിരി ഇതാവുന്ന ഭയങ്കര പ്രശ്നങ്ങൾ, കൂടെ ഒരു വ്യക്തിയില്ല, അവർ ഒറ്റയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും പറയുന്നു, അയ്യോ പാസ്റ്ററെ ഞാൻ ഒറ്റയ്ക്കാണ്, പാസ്റ്ററെ ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റപ്പെടൽ നിനക്കുണ്ടാവണം, അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. ഇവിടെ ഒറ്റപ്പെട്ട് കിടന്ന ജോസഫിനോട് സ്തോത്രം, തൻ്റെ സ്വപ്നത്തെ തെറ്റിക്കാൻ സാത്താൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ആ സ്വപ്ന വ്യാഖ്യാനവും ആ കൃപാവരവും തന്നിൽ നിന്ന് മാറിപ്പോയില്ല. ഇന്ന് നമ്മളിൽ പലവരും പറയുന്നു, പാസ്റ്റർ എൻ്റെ പഴയ പ്രാർത്ഥന, എൻ്റെ പഴയ ദൈവവചനധ്യാനം, എൻ്റെ ആമേൻ സ്തോത്ര ആഴങ്ങളേറിയ ദൈവവുമായി ഞാനോട്ടുള്ള ബന്ധം ഇപ്പം എനിക്കില്ല പാസ്റ്ററെ. അതെന്ത് കാരണമെന്നറിയാമോ? നിൻ്റെ മനസ്സിനെ സാത്താൻ കെട്ടിക്കളഞ്ഞു. ഓരോ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ ആ വ്യക്തിയിൽ നിന്നും നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഈ ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഈ യേശു എന്നെ വിളിച്ചപ്പോൾ, ആ മിനിസ്ട്രിയിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാൻ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ, ഞാൻ ഒരുപാട് സ്തോത്രം പ്രവർത്തിച്ച ആൾക്കാർ, ഞാൻ ഒരുപാട് സ്തോത്രം സഹകരിച്ച ആൾക്കാർ മുറിപ്പെടുത്തി എൻ്റെ മനസ്സ് വല്ലാതെയായിപ്പോയി. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ജോസഫ് പറഞ്ഞത് ശ്രദ്ധിക്കേ, അത് നന്മയ്ക്കായി മാറി. ഒരു വ്യക്തി നിന്നെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു കുടുംബം നിന്നെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ സ്തോത്രം നിൻ്റെ സഹപാഠികൾ നിന്നെ ഒറ്റപ്പെടുത്തി, നീ അന്നേരം ചിന്തിച്ചോ, കർത്താവ് എന്നോട് സംസാരിക്കാൻ, പരിശുദ്ധാത്മാവിനെ ഇടപെടാൻ ദൈവം അങ്ങനൊരു വഴി ഒരുക്കിയതിനായി സ്തോത്രം. ചിന്തിക്കേ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കുക, പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു. അതിനു മുമ്പേ ഒത്തിരി വചനങ്ങൾ സംസാരിക്കുന്നു, സ്തോത്രം, ഒത്തിരി വിടുതലുകൾ നടക്കുന്നു. പക്ഷേ ആ ആമത്തിൽ പൂട്ടിയിട്ടിട്ടും അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവർക്ക് ആരോടും ഒരു മനോഭാവം, ഒരു വൈരാഗ്യം, ഒരു ദേഷ്യം, ഒരു പക, ഒരു വിദ്വേഷം ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി, അടിത്തറ ഇതൊന്നും കുലുങ്ങത്തില്ല അവരുടെ ആരാധനയിലും പ്രാർത്ഥനയിലും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് അനേക പ്രാർത്ഥിക്കുന്ന മക്കളുടെ മനസ്സിനെ, മൈൻഡിനെ ഒക്കെ സാത്താൻ വളരെ തന്ത്രപരമായി കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കെട്ടഴിയരുത്. ജോസഫ് പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ഉപയോഗിച്ച, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നേരെ എനിക്കെതിരായി പറഞ്ഞ, അല്ലെങ്കിൽ എനിക്കെതിരായി ചെയ്തത് ദൈവം എനിക്ക് നന്മയ്ക്കായി മാറ്റി. നിങ്ങളൊരു നല്ല മനസ്സിൻ്റെ ഉടമയായി മാറാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നേരത്തെ സ്തോത്രം സൂചിപ്പിച്ചതുപോലെ ഈ സ്തോത്രം പൗലോസിന് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഞങ്ങൾ എന്തിനിങ്ങനെ ജയിലിട്ടിരിക്കുന്നു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്, ഞങ്ങൾ എന്തിനിങ്ങനെ നടക്കുക, എന്നും ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിന് വിനയപ്പെട്, നീ ആത്മാവ് പറയുന്നത് കേൾക്ക്. ഇത് രണ്ടും ചെയ്യാതിരിക്കും കാലം വരെ നിൻ്റെ മിനിസ്ട്രിയിൽ നീ തോക്കും. ദൈവം നിനക്ക് തന്ന മിനിസ്ട്രിയിൽ നീ തോക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, കുണ്ടറയ്ക്കകത്ത് കിടക്കുന്ന ജോസഫിനെ ശ്രദ്ധിക്കുക. അവൻ പ്രാർത്ഥിച്ച്, അവൻ അരുളപ്പാട് സംസാരിച്ചപ്പോൾ സ്തോത്രം
അവനോടൊപ്പം കിടന്ന ഒരു വ്യക്തി അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചു. പക്ഷെ ആ വ്യക്തി അവിടെയുണ്ട്. ആര്? ജോസഫ് സ്വപ്നം വ്യാഖ്യാനി കൊടുത്ത ജോസഫ് കുണ്ടറയ്ക്കകത്തുണ്ട്. കേട്ട വ്യക്തി വിടുതലായി. അപ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രയാസം കാണൂലേ? നമ്മളുടെ മനസ്സിലൊരു വേദന കാണൂലേ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുപാട് നമ്മൾ സഹായിച്ചതല്ലേ അവരെ, ഒരുപാട് നമ്മൾ കൈത്താങ്ങൽ കൊടുത്തതല്ലേ, ഒരുപാട് മീറ്റിങ്ങുകൾ പിടിച്ചു കൊടുത്തതല്ലേ. ഹലോ, നീ അങ്ങനെ ചിന്തിക്കും തോറും തോറ്റുപോകും. നീ ഒറ്റപ്പെടണം. നിൻ്റെ വീട്ടിൽ ഒറ്റപ്പെടണം. പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നീ ഒറ്റപ്പെടണം. എന്തിനെന്നറിയാമോ? ദൈവം നിന്നോട് അധികമായി സംസാരിക്കാൻ. പൗലോസ് പറയുന്ന ആമേൻ സ്തോത്രം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. മനസ്സിനെ പുതുക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പറ്റൂ. മനസ്സിനെ പുതുക്കണം. സ്തോത്രം. മനസ്സ് പുതുക്കി. കണ്ട, ആ മനസ്സ് പുതുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. 38 സംവത്സരമായിട്ട് കിടക്കുന്ന വ്യക്തിയോട് യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അങ്ങേര് പറയുന്നു, എന്നെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ 38 വർഷവുമായി കിടക്കുന്നവന് അവിടം വരെ എത്താൻ എത്ര സെക്കൻഡ് വേണം? അപ്പം അവൻ അവിടെ കിടന്ന് അവൻ്റെ മൈൻഡിനെ സാത്താൻ കയ്യിലെടുത്തു. യേശു അവിടെ വന്നിട്ട് നോക്കിയാണ്, ഇവൻ ഇങ്ങനെ കിടക്കുന്നത് യേശു കണ്ടു. എന്നിട്ട് ചോദിക്കണം, നിനക്ക് മനസ്സുണ്ടാകാം. ഹലോ, നീ ദൈവം തന്ന മിനിസ്ട്രിയിൽ മുമ്പിലോട്ട് പോവാ. ദൈവം തന്ന ആത്മീയ ആരാധനയിൽ പ്രാർത്ഥനയിൽ മുമ്പിലോട്ട് പോവാ. കുരുങ്ങിപ്പോകരുത്. മറ്റുള്ളവർ നിന്നെ നോക്കി പഴി പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, കൂട്ടുകാരെ സഹായിച്ച്, ഇത് സഹായിച്ച്, അത് സഹായിച്ച്, മറ്റേ പാസ്റ്ററിൻ്റെ സ്റ്റേജ്, അതൊന്നും നീ പറയേണ്ട കാര്യമില്ല. നീ നിൽക്കേണ്ട ഇടയ്ക്ക് നിന്നെ ദൈവം നിർത്തും. നീ നിൽക്കേണ്ട സ്റ്റേജിൽ ദൈവം നിന്നെ നിർത്തും. നീ പോകേണ്ട രാജ്യത്തിൽ ദൈവം നിന്നെ അയക്കും. നീ ചെയ്യേണ്ട മിനിസ്ട്രി ഈ ഭൂമിയിൽ നിന്നെ വിളിച്ച ദൈവം നിന്നെ ചെയ്യിപ്പിച്ച് തീർന്നിട്ട് ശേഷമേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അല്ലാതെ മറ്റേ പാസ്റ്റർ എനിക്കൊരു ഇത് തന്നില്ല, മറ്റേ വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, അതിനെ ഉടനെ മാറ്റി, ഇതൊന്നും പറഞ്ഞ് നീ കാഠിന്യപ്പെട്ട് നിൻ്റെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തരുത്. അത് സാത്താൻ്റെ തന്ത്രമാണോ? സ്തോത്രം. ഹല്ലേലൂയ. 2 തീമോത്തിയോസ് നീ 1-ാം അധ്യായം താഴോട്ട് വായിക്കണം. ഫിലിപ്പിയർ 1-ാം അധ്യായം മനസ്സു കൊടുത്ത് താഴോട്ട് വായിക്കണം. ഇതിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ മനസ്സിനെ കെട്ടിയിരിക്കുന്ന സത്താൻ്റെ തന്ത്രത്തെ പൊളിക്കത്തക്ക നിലവാരത്തിൽ ആമേ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും ഓരോ വ്യക്തിയിൽ. ഞാൻ ചോദിക്കട്ടെ, രക്തസ്രാവ കാര്യത്തിൽ ഒറ്റയ്ക്കല്ലേ? 12 വർഷം കൊണ്ട് അനുഭവിക്കാത്ത വേദനകളൊന്നും ഉണ്ടാ? ഇല്ല, ഇഷ്ടം പോലെ വേദനയേ ഉള്ളൂ. പക്ഷെ യേശുവിൻ്റെ നാമം കേട്ടപ്പോൾ ആ വേദന അപ്രത്യക്ഷമായി എന്നാണ്. അല്ല, അവൾ ചാടി എണീറ്റു. അതാണ് സത്യം. നീ എണീറ്റാൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുന്നു, പാസ്റ്റർമാർ തമ്മിൽ തല്ലുന്നതും തമ്മിൽ പക വെച്ചുകൊണ്ടിരിക്കുന്നതും പിണങ്ങുന്നതും ഇതെവിടെ നിന്ന് വന്നു? 2-3 പേർ, ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്ക്, മനസ്സിനെ കെട്ടുന്ന സാത്താൻ്റെ തന്ത്രത്തെ നീ ജയിക്ക്. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.